ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ മക്രോണി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മക്രോണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കനിക്ക് ഞാൻ നുള്ള് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 വിസിലാണിത് വേവിച്ചെടുക്കേണ്ടത്. ഒരു വിസിൽ ഞാൻ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടിന് 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കാരണം മോൾക്ക് എരിവൊന്നും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം എരിവ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മുളക് അധികമാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ നമ്മുടെ മക്രോണി അഥവാ പാസ്തയാണ്. ഇതിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇപ്പോൾ പാസ്തയ്ക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പാസ്ത തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ ഈ പാസ്ത ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം പാസ്ത ഒന്ന് കേൾക്കണം എന്താ വെച്ചാൽ അതിലെന്തെങ്കിലും പൊടികൾ അയക്കൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയാണ്. അപ്പോൾ അധികം നേരം വെള്ളത്തിലിട്ട് വെക്കരുത്, അത് കുതിർന്ന് പോവും. അപ്പോൾ നമുക്കിത് ഇതിന് അടച്ചൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും മറക്കരുത്. അതിന് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാസ്ത തന്നെ മക്രോണി വെന്തിട്ടുണ്ട്. അത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. ഞാൻ അവിടെ സൺഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി എന്നും പറയുന്നത് പോലെ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആ സമയത്ത് തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വലിയ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായി വെന്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായി ഉടഞ്ഞ് ചേർന്നിട്ട് ഇതിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പൊടികളൊക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ അതിനുവേണ്ടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അത് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിക്കൻ മസാല അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് നുള്ളു ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപ്പ് ഇതിലേക്ക് ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിലേക്കും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പോയി ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞത് ചിക്കൻ നമ്മൾ വേവിച്ചെടുത്തിരുന്നല്ലോ കുക്കറിൽ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത 2 തവി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വെള്ളത്തിലൂടെ ഒന്ന് ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനും ഈ വെള്ളമൊക്കെ വറ്റി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഓപ്ഷണലാണ്. തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളി ഒന്ന് എക്സ്ട്രാ ചേർത്താലും മതി. അപ്പോൾ നല്ലൊരു പുള്ളി ഈ ഒരു മക്രോണിക്ക് നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അതിന് വേണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം മസാലയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ടില്ല നമ്മൾ ചിക്കനും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനെ വേവിച്ചെടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താണ് കേട്ടോ, മിക്സിയിലിട്ടാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പിച്ചിയാലും മതി. അപ്പം ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള മക്രോണി കൂടി ഇനി ചേർത്ത് കൊടുക്കുക. മക്രോണി നന്നായിട്ട് ഇത് ചിലപ്പോൾ ഒട്ടിയൊക്കെ പിടിച്ചേക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്താണ്ട് ഗരം മസാല ഞാൻ നേരത്തെ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോഴാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ മക്രോണി നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളെ ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.